ചില കൊലപാതകങ്ങളൊക്കെ, ഖഷോഗിയുടെ മർഡർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ന്യൂയോർക്ക് ടൈംസിൽ എഴുതിക്കൊണ്ടിരുന്ന ഒരു സൗദി ജേർണലിസ്റ്റാണ് ഖഷോഗി. ഖഷോഗി പുറത്തുപോയി, സൗദി അറേബ്യയിൽ നിന്ന് പുറത്തു പോയിട്ട് വേറൊരു വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. പഴയ വിവാഹം ഡിവോഴ്സ് ചെയ്തിട്ട് ഒരു പുതിയ ഒരു പ്രൊഫസറെ, ടർക്കിയിലെ ഒരു പ്രൊഫസറായിട്ടുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അപ്പം പുള്ളിക്ക് എന്താ വേണ്ടുന്നത്, ഡിവോഴ്സിനുള്ള പേപ്പർ വേണം. ആ പേപ്പർ സൗദി അറേബ്യയിൽ പോയി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇയാൾ പേപ്പറാവും, പടമാവും എന്നുള്ളതുകൊണ്ട് അയാൾ പോയില്ല. വേറെ ഏതെങ്കിലും ഒരു കോൺസുലേറ്റിൽ പോയിട്ട്, സൗദി കോൺസുലേറ്റിൽ പോയി പേപ്പർ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ടർക്കിയുടെ കോൺസുലേറ്റിൽ പോയിട്ട്, അല്ലെങ്കിൽ ടർക്കിക്കാരിയാണ് ആ സ്ത്രീ, കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീ. ഇയാൾക്ക് 60 വയസ്സായതുകൊണ്ട്, 60 വയസ്സുണ്ടായിരുന്നു എന്ന് ഭയങ്കര ന്യൂയോർക്ക് ടൈംസിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ആദ്യമൊക്കെ ഈ സൽമാൻ രാജകുമാരന് അനുകൂലമായിട്ടൊക്കെ എഴുതിക്കൊണ്ടിരുന്നതാണ്. പിന്നെ ഇയാളെ ക്രിട്ടിക്കലായിട്ട് എഴുതാൻ തുടങ്ങി. അങ്ങനെ ഇയാൾ അകത്ത് പോന്നു. ആദ്യ ദിവസം വരുമ്പോൾ ഇവർ പറയുന്നു, ഈ നിങ്ങൾ പറയുന്ന ഖഷോഗി എന്ന് പറയുന്ന ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, അയാൾക്ക് ഡിവോഴ്സിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ അയാൾക്ക് കൊടുക്കണ്ട, പിന്നെ വേറൊരു ദിവസം വരാൻ പറഞ്ഞു. അയാൾ വേറൊരു ദിവസം ചെല്ലുന്ന ഇപ്പോൾ ക്ലോസ് ടെലിവിഷനിലെല്ലാം കാണാൻ പറ്റും. ഇയാൾ കയറിപ്പോന്നു, അകത്ത് കയറിപ്പോന്നു. പിന്നെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇയാൾ പുറത്തിറങ്ങി വരുന്നില്ല. ഭാര്യ കൂടെ ഉണ്ടായിരുന്നില്ല, പ്രതിശുദ്ധ വധു കൂടെ ഉണ്ടായിരുന്നു. അവർ പുറത്തിങ്ങനെ കാത്തേക്കാണ്, 3 മണിക്കൂറായിട്ടും വരുന്നില്ല. അവസാനം എന്താണ് ചെയ്തത്, ഇയാളെ ഇവർ ശ്വാസം മുട്ടിച്ച് കൊന്നു കളഞ്ഞു. എന്നിട്ട് ഇയാളെ അവിടെ വെച്ച് ഒരു ചെറിയൊരു കോൺസുലേറ്റ് പോലുള്ള ഒരു കെട്ടിടത്തിൽ വെച്ച് തന്നെ അയാളുടെ ശരീരം പല പീസായിട്ട് കട്ട് ചെയ്ത് ഓരോ ബാഗിലാക്കിയിട്ട് അവിടെ ഒരു ലോക്കൽ ഏജന്റിനെ ഏൽപ്പിച്ചു. അയാൾ കൊണ്ടുവന്ന് നിർമ്മാർജ്ജനം ചെയ്തു. സൽമാൻ രാജകുമാരൻ, MSD എന്ന് പറയും, മുഹമ്മദ് ബിൻ സൽമാൻ, സൗദിയുടെ റിഫോമറാണ്. സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാനൊക്കെ അനുമതി കൊടുത്ത മഹാൻ. അങ്ങനെ വണ്ടി ഓടിക്കാനായിട്ട് അനുമതി കൊടുക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത ഒരു സ്ത്രീ ഉണ്ട് അവിടെ. അവരെ പിടിച്ചകത്തിടുകയും ചെയ്തു. അവർ വർഷങ്ങളോളം ജയിലിൽ കിടക്കുകയും ചെയ്തു. ഇതൊക്കെ അതിൻ്റെ ഒരു കളിയാണ്. ഞാൻ പറഞ്ഞത്, ഈ ആളുകളെ എങ്ങനെ കൊല്ലുന്നു എന്നുള്ളത് പലപ്പോഴും അവരുടെ ഒരു മെൻ്റൽ സിലബസ് വ്യക്തമാക്കുന്ന കാര്യമാണ്. നമ്മുടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പലപ്പോഴും എത്രയധികം പ്രാകൃതമായിട്ട്, എത്രയധികം ടെറർ വാല്യൂ കിട്ടത്തക്ക രീതിയിലാണ് അവർ ചെയ്യുന്നത് നിങ്ങൾക്ക്